കിച്ചണിൽ നമുക്കൊരു ചെമ്മീൻ ചോറ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചോറാണിത്. അതിനായി ഒരു 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 3 കപ്പ് കയമ റൈസ് ആണ്. പിന്നെ വേണ്ടത് ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തെടുത്തതാണ്, കനം കുറച്ച് സ്ലൈസ് ചെയ്തെടുത്തത്. ഒരു വലിയ തക്കാളി ചെറുതായി മുറിച്ചെടുത്തത്. പിന്നെ വേണ്ടത് കൂടുതൽ കറിവേപ്പില വേണം. കറിവേപ്പിലയുടെ ഫ്ലേവറാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ കറിവേപ്പില എടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ഒരു 2 മുതൽ 2.5 ടേബിൾ സ്പൂൺ വരെ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പച്ചമുളക് ഒരു 2 എണ്ണം മുറിച്ചെടുത്തത്. ലെമൺ ജ്യൂസ് ഒരു നാരങ്ങയുടേത്. 1 ടേബിൾ സ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല. 2 ഏലക്ക, ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, 1/2 കപ്പ് മല്ലിയില, 1/2 ടേബിൾ സ്പൂൺ നെയ്യ്. പിന്നെ നമ്മൾ ഇതിൽ വഴറ്റുന്നത് വെളിച്ചെണ്ണയിലാണ്. വെളിച്ചെണ്ണയാണ് ഇതിക്ക് ഏറ്റവും നല്ലത് ഈ ചോറിന്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെമ്മീൻ ചോറ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം ഞാനൊരു 3 കപ്പ് അരിക്ക് ഒരു 5.5 കപ്പ് വെള്ളം ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഏല, പട്ട, ഗ്രാമ്പു ഇവ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ചോറ് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് തന്നെ നമ്മൾ 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഇട്ട് കൊടുക്കാം. ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ഫ്ലെയിം കുറച്ചതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ചോറ് കുക്കായി വരുമ്പോഴേക്കും നമുക്ക് ഒരു ചെമ്മീൻ മസാല ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഒരു വലിയ പാത്രം എടുക്കുക. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഏകദേശം ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ചേർക്കാം. ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം.
ഒരു 10-15 മിനിറ്റ് നമുക്ക് സ്ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം, അടച്ചു വെച്ചിട്ട്. ഇനി ഇതിലേക്ക് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാൻ ഗരം മസാല ഉണ്ടാക്കിയപ്പോൾ കുരുമുളക് കൂടെ പൊടിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ കുരുമുളക് ചേർക്കണില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പച്ചമുളകിന് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് മുളക് പൊടി ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. നമ്മൾ ചെമ്മീൻ ഇപ്പോൾ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച നെയ്ച്ചോറ് ചേർത്ത് കൊടുക്കാം. നമുക്കിത് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് സ്ലോ ഫ്ലെയിമിലിടാം. ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ ഈ റൈസിലേക്ക് വരട്ടെ. ഒരു 5 മിനിറ്റ് മതിയാവും. നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ചെമ്മീൻ ചോറ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് വിളമ്പെടുക്കാം. എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. അധികം എരിവൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക് യു.